അവന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 42 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. എന്റെ ആത്മാവി, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതിൽ 11-ാമത്തെ വാക്യം ആ വാക്യം തന്നെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ആത്മാവി, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ രണ്ടും ഒരു വചനമാണ്. എന്താണ് സങ്കീർത്തനക്കാരൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ചരിത്രഭാഗം കൂടെ നോക്കി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവാരാധനയിൽ നിന്നും അകന്നു പോയ മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവത്തെ സമീപിക്കാനുള്ള ആസക്തി, ഹല്ലേലൂയ, തന്നിൽ വെളിപ്പെടുകയാണ്. ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ സമീപിക്കുന്ന ആസക്തി വെളിപ്പെടുത്തുന്ന നിലയിലാണ് ഈ സംഗീതം രചിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ശേഷിപ്പ് ശത്രുക്കളാൽ അനുധാവനം ചെയ്യപ്പെടുമ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് ഓടി അണയുന്ന ഒരു ചിത്രമാണ് പ്രാവചനികമായ വെളിച്ചത്തിൽ ഈ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേരുവാനുള്ള വാഞ്ച. ഈശ്വരോ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ്, വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവാരാധനയിൽ അകന്നു പോയ മനുഷ്യൻ ദൈവത്തോട് ചേരുവാനുള്ള ആസക്തി തന്നിൽ പ്രകടമാക്കുന്നത് പോലെ നാം ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിലേക്ക് ചേർന്ന് വരണം. പ്രേക്ഷണം, ഈ ലോകം നമുക്കൊരിക്കലും അനുയോജ്യമല്ല, ഈ ലോകം നമുക്കൊരിക്കലും യോഗ്യമല്ല. അല്ലേ? ഈ ലോകം നമുക്ക് എല്ലാ സമയങ്ങളും പ്രതികൂലമാണ്. അതിന്റെ നടുവിലാണ് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നാം ദൈവാരാധനയിൽ ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിന്റെ ശേഷിപ്പ്, അല്ലെങ്കിൽ ഒരു ശേഷിപ്പ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ, രക്ഷപ്പെട്ടതിന്റെ ആ ഒരു സന്തോഷമാണ് അവർ ദൈവത്തിൽ ഓടി വന്ന് അണയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഈ ലോകത്തിൽ ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. ഒരു ക്രൈസ്തവ പുരോഹിതനെ, ഒരു കന്യാസ്ത്രീയെ, ഒരു ക്രൈസ്തവ മിഷണറിയെ, അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നാലും വിദേശത്ത് നിന്ന് കടന്നു വന്നാലും ഇനി വിദേശ രാജ്യങ്ങളായിരുന്നാലും ഒരു പെന്തക്കോസ്തിലെ പാസ്റ്ററിനെ, ഒരു വിശ്വാസികളെ, വേർപെട്ട കൂട്ടങ്ങളെ ഈ ലോകത്തിൽ സുവിശേഷ വിരോധികൾ ആക്രമിച്ചാൽ, അവർക്കെതിരെ പ്രശ്നമുണ്ടായി, അവരുടെ രക്തം ചൊരിയിച്ചാൽ അതിനെ ചോദിക്കുവാനുള്ള ഭരണ സംവിധാനം ഇന്ന് നമ്മുടെ ഇന്ത്യയിലോ ഭാരതത്തിലോ ഇല്ല. അതൊക്കെ കണ്ട് കണ്ണടച്ചു വിടുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അല്ലേ? എന്നാൽ മറ്റൊരു സംഘടനയാകട്ടെ, എങ്കിലും ഇവിടുത്തെ ലോകരാജ്യങ്ങൾക്കകത്ത് മനുഷ്യാവകാശ സംഘടനകളും ന്യൂനപക്ഷ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും പിന്നെ ഇത് വേണ്ട എല്ലാ സംവിധാനങ്ങളും എഴുതിയേക്കും, ഇവിടുത്തെ എല്ലാ നിയമങ്ങളും അതിനെതിരെ എഴുതിയേക്കും. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ ഒരു നായെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിച്ച്, ഒരു നായെ കൊല്ലുന്ന പോലെ കൊന്നൊടുക്കുമ്പോൾ, എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഇവിടെ ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഓടിയെത്തണം. പ്രൈസ്. ക്രൈസ്തവ പീഡനം വർദ്ധിക്കും തോറും നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഓടി വന്ന് ദൈവത്തിന്റെ മാറോട് ചേരുവാൻ കഴിയണം. ഉപദ്രവങ്ങളും പീഡകളും എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന് പോലും തന്റെ കാലഘട്ടങ്ങൾ വളരെ കലക്കങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, വ്യാകുലങ്ങൾ നേരിട്ടു. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അവനിങ്ങനെ പറഞ്ഞു, എന്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരുന്നു എന്ന്.
അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന് പോലും ഈ വിധ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ്. അപ്പം ദുഃഖവും വിഷാദവും അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇന്ന് ലോകത്തിലില്ല. അല്ലേലിയ. ദാവീദ് രാജാവിന് പോലും അല്ലേലിയ അത് വെറുതെ ആമേലിയ വിട്ടില്ലെന്നുള്ളതാണ്. ദാവീദ് പോലും ഈ ദുഃഖത്തിലൂടെ കടന്നുപോയി. പ്രൈസ്. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നിങ്ങൾ ദുഃഖത്തിന്റെ നടുവിലൂടെ വിഷാദത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിനടിമപ്പെട്ട് നിങ്ങൾ ഒരു മാനസിക രോഗിയായി വിഷാദ രോഗിയായി മാറി നിങ്ങളുടെ സമനില തെറ്റിപ്പോകാതെ, താങ്കൾ ദൈവത്തിന് അകന്നുപോയ വ്യക്തിയാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിച്ച് ഒരു ആത്മീയ വിടുതൽ പ്രാപിക്കാൻ താങ്കൾ തയ്യാറാകണം. രക്തം ചെയ്യും. പ്രൈസോ. ഇന്ന് പകൽ ദൈവത്തിന് കേൾക്കുന്ന മാതാപിതാക്കളോടെയും പറയട്ടെ, സഹോദരങ്ങളോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നീ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവില് അല്ലെങ്കിൽ നിന്നെ തകർക്കുവാൻ വേണ്ടി ശത്രു വീണ്ടും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിനക്കെതിരെ പീഡകളും ഉപദ്രവങ്ങളും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നീ അതിന്റെ നടുവിൽ പതറിപ്പോകണ്ട. ദൈവത്തോട് ചേർന്ന് വരുന്നെങ്കിൽ, യേശുവോട് ചേർന്ന് വരുന്നെങ്കിൽ, നീ അനുഭവിക്കുന്ന വിഷാദത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്, കലക്കങ്ങളിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ യേശു ശക്തനാണ്. അല്ലേ? ഈ വചനത്തിലെ ചരിത്രഭാഗം നമുക്ക് വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, സംഗീതപുസ്തകം 42 5-ാം വാക്യവും 11-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുന്നത് അതിന്റെ പരിഹാരത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ്. ഇന്ന് പകൽ ആരെങ്കിലും ദുഃഖം അനുഭവിച്ചാണ് ഈ വചനം കേൾക്കുന്നെങ്കിൽ, വിഷാദ രോഗത്തോടുകൂടിയാണ് ഈ വചനം കേൾക്കുന്നെങ്കിൽ, അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുന്നത് അല്ലേലിയ ഏറ്റവും നല്ല പ്രതിവിധിയാണ്. കാരണം നിങ്ങളൊരു രോഗം വന്നാൽ, നിങ്ങൾക്കൊരു ജലദോഷം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ, നിങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കടന്നുപോയി നിങ്ങൾ ഡോക്ടറെ കണ്ട് ആ അസുഖത്തിനുള്ള പ്രതിവിധി മരുന്ന് നിങ്ങൾ വാങ്ങും. അതിനെ നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ ലോകപ്രകാരം നിങ്ങൾക്കൊരു അസുഖമുണ്ടായാൽ നിങ്ങളതിന്റെ പ്രതിവിധി കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ അല്ലെങ്കിൽ പരിഹാരത്തിന് പ്രതിവിധി നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഈശ്വരം. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ പ്രതിവിധി, നിങ്ങൾ അനുഭവിക്കുന്ന വിഷാദ രോഗത്തിന്റെ പ്രതിവിധി കണ്ടെത്തുവാൻ ഈ ലോകത്തിലെ അല്ലെങ്കിൽ മെഡിക്കൽ ശാസ്ത്രത്തിന്റെ അരികിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മത നേതാക്കന്മാരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ അരികിലേക്കല്ല നിങ്ങൾ ഓടിയെത്തേണ്ടത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകും, നിങ്ങൾ ഓടിയെത്തേണ്ടത് മന്ത്രവാദിയുടെയോ ഉച്ചാരിയുടെയോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അരികിലേക്കോ കൈനോട്ടക്കാരുടെ അരികിലേക്കോ അല്ല ഓടിയെത്തേണ്ടത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഓടിയെത്തണം. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ അത് യേശുവിലേക്ക് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈസോ. കഴിഞ്ഞ കാലങ്ങളിൽ മരണസമാനമായ വിഷയത്തിലൂടെ കടന്നുപോയ പലരുമുണ്ട്. ബിസിനസ്സിൽ തകർക്കപ്പെട്ടവർ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ. നമുക്ക് ഇന്നത്തെ പ്രകൃതി ദുരന്തങ്ങളാൽ മലയിടിച്ചിലും ഉൾപ്പൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും പേമാരിയും ദുരന്തവും കൊടുങ്കാറ്റും ഒക്കെ ആചരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ദേശം മുഴുവൻ നിർമൂലമായി മാറും. നശിക്കുമ്പോൾ കുടുംബത്തിലുള്ള ഉറ്റൂരും ഉടയവരും ബന്ധുക്കളും സന്തത സഹചാരികളെല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് ഈ മാറുന്ന ചില സാഹചര്യങ്ങൾ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദുഃഖവേളയിലിരിക്കുന്നവർ, വിഷാദ രോഗത്താൽ ഭാരപ്പെടുന്നവർ, മാനസികമായി തകർന്നവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അതിനൊരു പ്രതിവിധിയായി നിങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരണം. കുടുംബജീവിതം തകർന്ന്, കുടുംബ ബന്ധങ്ങൾ തകർന്ന്, പ്രശ്നങ്ങൾ മാത്രം നിലനിൽക്കുന്ന, വിശ്വാസത്തിന്റെ പേരിൽ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന സാഹചര്യങ്ങൾ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കതൊരു പ്രതിവിധിയായി അതിന് പരിഹാരം കാണണമെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരണം. ഹല്ലേലൂയ. സകലതും നിങ്ങൾക്ക് പ്രതികൂലമായി മാറിയാലും രക്തം ചെയ്യാം. എല്ലാവരും നിങ്ങൾക്ക് പ്രതികൂലമായി മാറിയാലും, എല്ലാ നിലയിലും നിനക്ക് പ്രതികൂലം കടന്നു വന്നാലും നീ പതറിപ്പോകണ്ട. നീ യേശുവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ നിന്റെ വിഷാദത്തെ തമ്പുരാൻ മാറ്റിത്തരും. ഒരുപക്ഷെ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം, കടക്കണിയാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ കൃഷിക്കകത്ത് വലിയ നാശനഷ്ടങ്ങൾ വന്നേക്കാം,
നിങ്ങളുടെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടമായി, അല്ലെങ്കിൽ അതെല്ലാം ചത്തൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. തലമുറയെ കൊണ്ട് ഭാരം അനുഭവിച്ചേക്കാം. അയൽവാസിയുടെ ഉപദ്രവങ്ങൾ നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വിവിധ തലങ്ങളിൽ നിങ്ങൾ വിഷാദ രോഗത്തിന് അടിമപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്കതിന്റെ പ്രതിവിധിയായി യേശുവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയാതെ നിങ്ങളെ ചേർത്ത് പിടിച്ച വിഷയത്തിന് പരിഹാരം നൽകുവാൻ യേശു ആഗ്രഹിക്കുക. ഇന്ന് പകൽ ആരെങ്കിലും പ്രതിസന്ധികളെ നടുവിലുള്ള വിഷാദത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അതിന്റെ പരിഹാരം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വചനം പറഞ്ഞ സംഗീതനക്കാരൻ തന്നോട് തന്നെ സംസാരിക്കുക. ഹല്ലേലൂയ. മുഖപ്രകാശ രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം മൂലമുള്ള സംരക്ഷണ ശക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. സംഗീതക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, മുഖപ്രകാശം എന്ന് പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. അഥവാ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ രക്ഷയുണ്ട് എന്നുള്ളതാണ് ആ വചനത്തിൽ നമുക്ക് പിടിക്കുന്നത്. അത് ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നിങ്ങൾ വന്നാൽ, ദൈവമുഖപ്രകാശത്തിലേക്ക് വന്നാൽ, ആ ദൈവിക സാന്നിധ്യം നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നിങ്ങൾക്കുള്ള രക്ഷയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ, ഹല്ലേലൂയ, യേശു നിന്നോട് സംസാരിക്കും, രക്തം ചെയ്യും. അതുകൊണ്ട് മാനസികമായി തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നീ മരണത്തിന് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കാതെ, നീ തകർന്ന അവസ്ഥയിൽ വീണ്ടും തകർച്ചയിലേക്ക് പോകാതെ, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, 34 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നു, 34 സങ്കീർത്തനം അതിൽ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങൾ യഹോവ വിടുവിച്ചു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ്. അതേ സ്നേഹിത, എനിക്ക് കേൾക്കുന്ന സുഹൃത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി യേശു മാത്രമേ ഉള്ളൂ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുവാനും യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഹൃദയ നുറുക്കത്തോടു കൂടി ഇരിക്കുന്ന പലരുടെ അരികിലേക്കും പലരും ചെന്നിട്ട് അവരെ വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശക്തനായ ഒരു മാനസികമായി തകർന്ന വിഷാദ രോഗിയെ പോലെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യോബ് എന്ന് പറയുന്ന വ്യക്തി. യോബിന്റെ ജീവിതത്തിന്റെ ആടുമാട് കന്നുകാലികൾ, ദാസിദാസന്മാർ, തന്റെ ഭവനം, തന്റെ മക്കൾ 10 പേരും നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവസാനം തന്റെ ഭാര്യയും പറഞ്ഞു, നീ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് നീ പോയി മരിക്കാൻ. അങ്ങനെ എല്ലാം കണ്ട് തകർന്ന ഒരു വിഷാദ രോഗിയെ പോലെ യോബ് കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും യോബിനെ ആശ്വസിപ്പിക്കാതെ യോബിനെതിരെ വാദപ്രതിവാദമായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, യോബ് ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അപ്പൊ സകലരും പ്രതികൂലമായി മാറിയാലും നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിനക്ക് സമീപസ്ഥനായി കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 18 വാക്യത്തിൽ പറഞ്ഞ, യഹോവ നിനക്ക് ആമീന്റെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പൊ ഹൃദയം നുറുങ്ങിപ്പോയ യോബിന്റെ ജീവിതത്തിൽ സമീപസ്ഥനായി യേശു ക്രിസ്തു ഉണ്ടായിരുന്നുണ്ട്, യഹോവയായി ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് തനിക്കെതിരെ കടന്നു വന്ന എല്ലാ ചോദ്യചിഹ്നങ്ങളെയും അതിജീവിക്കുവാൻ യോബ് എന്ന് പറയുന്ന ഭക്തന് കഴിഞ്ഞു. ഹല്ലേലൂയ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ ഹൃദയം നുറുങ്ങിയും മനസ്സ് തകർന്നും പോയ യോബിന്റെ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിഷാദ രോഗത്തോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ യേശുവിന്റെ അരികിലേക്ക് ഓടിയെത്തണം. യോബിനെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അനവധി ഭക്തന്മാർ വളരെ വിഷാദ രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, വളരെ വേദനിക്കുന്ന അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ തകർന്ന് തരിപ്പണമായി പോകാതെ അവരെയൊക്കെ കാത്തു സൂക്ഷിച്ചത് യഹോവയായ ദൈവത്തിന്റെ കരങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം 17-18 വാക്യങ്ങളിൽ സംഗീതം 34-17-18 വാക്യങ്ങൾ പറയുന്നത്,
മൂന്ന് വിധ കഷ്ടതകളും അവയുടെ അനുഗ്രഹങ്ങളും ഇവിടെ തന്നിരിക്കുക. അതുമൂലം നാം പ്രാർത്ഥിക്കാൻ പ്രേരിക്കപ്പെടുന്നു, നാം ദൈവശബ്ദം കേൾക്കാൻ ഇടവരുന്നു. വിടുതലിന്റെ അല്ലെങ്കിൽ സന്തോഷമായ അനുഭവം ദൈവം നമ്മിൽ സംജാതമാക്കുന്നു. നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ ഒരു വിടുതൽ ദൈവം നമുക്ക് തരും. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ, മാനസികമായി തകർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ താങ്കൾ നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ അതിനൊരു പ്രതിവിധി കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട്, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, ദൈവ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഓടിയെത്തുമ്പോൾ, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തോട് പറയുമ്പോൾ, ആ വിഷയത്തിന് പ്രതിവിധിയായി യേശു ക്രിസ്തു നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. രക്തം ചെയ്യാം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാണ് നമ്മൾ വായിച്ച വചനം. ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ വചനം എന്ന് പറയുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നെങ്കിൽ ഈ സ്തോത്രം അല്ലെങ്കിൽ ഈ വചനം എടുത്ത് വായിക്കണം. 42 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചിട്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയം പ്രാപിക്കണം. രക്തം ചെയ്യും. ലോകത്തിൽ നിങ്ങൾ ഒരിക്കലും ആശ്രയം വെക്കരുത്. ലോക മനുഷ്യരിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. നിന്നെ സഹായിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ജീവിത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും മനുഷ്യമുഖം നോക്കിയിട്ടുണ്ട്, മനുഷ്യനെ ആശ്രയിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നും അതിനൊരു പ്രതിവിധിയായി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും പരിഹാസ വാക്കുകൾ മാത്രമാണ് അതിന് മുമ്പിൽ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ പിന്നത്തെ ഇതിൽ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ എന്തിന് ലോക മനുഷ്യന്റെ പിന്നാലെ പോയി, എന്തിന് ലോകത്തിന് മുമ്പിൽ നീ ചെന്നു? ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച അണ്ടഘടാകത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവന്, അഖിലാണ്ടത്തിന്റെ ഉടയിൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവ്, ഞാൻ ജീവിച്ചിരിക്കുന്നു, നീ പിന്നെ എന്തിനു മനുഷ്യൻ ആശ്രയിക്കുന്നു എന്നുള്ള ചോദ്യം ഹൃദയത്തിൽ വന്നപ്പോൾ, നമ്മുടെ കുറവുകളെ നാം മനസ്സിലാക്കി, നമ്മുടെ വിഷാദത്തെ നാം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ അതിൽ പ്രതിവിധിയായി എനിക്ക് ദൈവത്തെ സന്തോഷിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കും അത് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തോട് തന്റെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ഉണർന്ന അവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് തന്റെ വിഷയങ്ങൾ പറയുക. ഹല്ലേലൂയ. അപ്പം ദാവീദിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ കോരഹൂത്രന്മാർക്ക് എഴുതി കൊടുത്ത സങ്കീർത്തനം ഇത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വിഷാദ രോഗത്തിൽ ഞരങ്ങുന്നത് ഉണർന്ന അവൻ, ഹല്ലേലൂയ, ലോക മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് പറയാതെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നതിന്റെ വിഷയങ്ങൾ പറയുക. അവൻ കലങ്ങിയാൽ ഇസ്രായേൽ ദേശം തന്നെ കലങ്ങിപ്പോകുമല്ലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ഒരാളുടെ ഉള്ളിൽ കലക്കം വന്നാൽ ദൈവസഭയ്ക്കകത്ത് അത് കലക്കമായി മാറാം. കലങ്ങുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കരുത്, മാനസികമായി. അതുപോലെ ആമി സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ കലക്കം കടന്നു വന്ന കലങ്ങി മറിഞ്ഞാൽ അദ്ദേഹം നയിക്കുന്ന ആ രാജ്യത്തെ തന്നെ അത് ബാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് വരണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ കലങ്ങിപ്പോകരുത്. പ്രൈസ്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, പലരും വിഷാദ രോഗത്താൽ കലങ്ങി പോകുമ്പോൾ, വിഷാദ രോഗത്താൽ മാനസിക രോഗത്താൽ തകർന്നിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ കലങ്ങി മറിഞ്ഞു പോകരുത്. പ്രൈസ്. നിങ്ങൾ കലങ്ങി മറിഞ്ഞു പോകരുത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നേക്കാം. നീ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നിന്റെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട്, നീ പറയാത്ത കാര്യങ്ങൾ നീ പറഞ്ഞു വന്ന് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്,
അല്ലെങ്കിൽ സാക്ഷികളെ കൊണ്ട് കൂടി ജനം നിനക്ക് നേരെ തിരിഞ്ഞേക്കാം, കള്ളസാക്ഷികളെ കൊണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നീ മാനസികമായി തകരും. അല്ലേലിയ. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു വന്ന് കെട്ടിച്ചമച്ച് കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ജനത്തിനു മുമ്പിൽ, നിയമത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക. അല്ലേലിയ. നമ്മുടെ മേൽ നാം ചെയ്തിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ചെയ്തുവെന്ന്, നാം ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ച് നമ്മളെ കുറ്റവാളിയാക്കുന്ന അനുഭവങ്ങൾ ഇവിടെ നടക്കുക. അങ്ങനെ നീ വിഷാദത്താൽ തകരുവാൻ സാധ്യതയുണ്ട്. പ്രൈസ്. അങ്ങനെ വിഷാദ രോഗത്താൽ നീ തകർന്നിരിക്കുകയാണെങ്കിൽ, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായി, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമായി യേശു നിന്റെ അരികിലേക്ക് വരും. നിങ്ങൾ യേശുവിനെ ആശ്രയിച്ചാൽ മതി എന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ലേലിയ. ഇവിടെ ദൈവവചനം പറയുന്നത്, സ്തോത്രം, അല്ലേലിയ, ആമേൻ, അല്ലേ. ആകയാൽ അവൻ തന്റെ ആത്മാവിനോട് സ്വയം സംസാരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ച വചനം എന്ന് പറയുന്നത്. അല്ലെ, സംഗീതക്കാരൻ തന്റെ ആത്മാവിനോട് തന്നെ സംസാരിച്ച വാക്കുകൾ വായിച്ചത് എന്ന് പറഞ്ഞ കലക്കത്താലും അല്ലേലിയ വിഷാദത്താലും അല്ലേലിയ ഭയത്താലുമുള്ള നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം യേശുവിന്റെ കയ്യിലുണ്ട്. അല്ലേലിയ. നിങ്ങൾ വളരെ കലങ്ങി മറിയുന്ന വ്യക്തിയായിരിക്കാം, വിഷാദിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം, പലതിനും ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ സങ്കടങ്ങളാൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിനുള്ള പ്രതിവിധിയും യേശുവിന്റെ കാര്യങ്ങളില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകലവിധ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ലേലിയ. ചില കുടുംബത്തിലൊക്കെ കടന്നു വരുമ്പോൾ പറയും, എന്റെ പാസേ, ഭർത്താവിന്റെ മദ്യപാനം കാരണം കുടുംബം പട്ടിണിയാ, മക്കൾക്കൊരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, നല്ലൊരു ആഹാരം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല, ഞാനൊരു ഭാര്യയാണ്, ഞാൻ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് പല ആവശ്യങ്ങളുണ്ട്, അതെന്താണെന്ന് ചോദിക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല എന്ന് പറയുന്ന അനവധി സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. വിഷാദിച്ചിരിക്കുന്നവരെ, ഇവിടെ ഭർത്താവിന്റെ മദ്യപാനം പോകാതെ. ചില വീട്ടിൽ ചെന്ന സഹോദരന്മാർ ഇത് പറയാറുണ്ട്, എന്റെ പാസ്റ്റർ, ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കത്തില്ല, എന്തു പറഞ്ഞാലും അവൾ തട്ടിക്കയറും, അതിനെല്ലാം അവൾ എതിരി പറയും, എന്നെ അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞ് വിഷാദിത്താലിരിക്കുന്ന സഹോദരന്മാരെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മക്കളോടുള്ള ബന്ധത്തിലും. അല്ലേലിയ. അങ്ങനെ വിവിധ വിഷാദത്താൽ തകർന്നിരിക്കുന്ന ജീവിതത്തിനുടമയാണോ നിങ്ങൾ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവത്തിലേക്ക് വരണം. നിന്റെ വിഷയങ്ങളെ നീ മനുഷ്യനോട് അവതരിപ്പിച്ച്, അല്ലെങ്കിൽ യോബിന്റെ ജീവിതത്തിൽ വീണ്ടും പ്രതിസന്ധി കൂട്ടിക്കൊടുത്തതുപോലെ പ്രതിസന്ധി കൂട്ടുന്നതിന് ജനം ഒരുങ്ങുമ്പോൾ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ജനത്തിന് കഴിയാതിരിക്കുമ്പോൾ നീ യേശുവിൻ്റെക്ക് വരണം. ലേറിയ. കർത്താവിനോട് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിന് മുഴക്കാലിൽ മുടക്കുന്നെങ്കിൽ, ദൈവത്തിന് കണ്ണുനീരോടെ നിന്റെ വിഷയങ്ങളെ അപേക്ഷിക്കുന്നെങ്കിൽ, അതിനെല്ലാം മറുപടി തരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവത്തിന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നിന്റെ വിഷാദ രോഗത്തെ നീക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പം വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, സാഹചര്യങ്ങളെ കണ്ട് കലങ്ങിയോടുന്ന മനുഷ്യനല്ല ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ദൈവവചനം വായിച്ച സാഹചര്യങ്ങൾ തനിക്കെല്ലാം പ്രതികൂലമായ സന്ദർഭങ്ങളിൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോഴും ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ ഓടി ഒളിക്കാതെ അതിനെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, കരടിയും സിംഹവും വന്നപ്പോൾ ഭയന്നു കലങ്ങാതെ ധൈര്യപൂർവ്വം അവയെ കൊന്ന് വീഴ്ത്തുവാൻ ദാവീദിന് കഴിഞ്ഞു. അപ്പന്റെ ആടുകളുമായി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കരടിയും ഒരു സിംഹവും വന്നു. സാധാരണക്കാരന്റെ ജീവിതമാണെങ്കിൽ അവനവിടെ കലങ്ങിപ്പോകും, ഭയപ്പെട്ടു പോകും. ഒന്നിൽ ആ മനുഷ്യൻ കരടിക്കിടയാകും, അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന ആടുകൾ ആ കരടിക്കും സിംഹതീരയാകും. പക്ഷേ ദാവീദ് തന്റെ കയ്യിലിരിക്കുന്ന ആടുകളെ വിട്ടുകൊടുക്കാതെ, തന്നെയും വിട്ടുകൊടുക്കാതെ, ആ സിംഹത്തെയും കരടിയും കണ്ട് കലങ്ങിപ്പോകാതെ അതിനോട് നേരിട്ട് ഹല്ലേലൂയ ഇടപെട്ട് നേരിട്ട് ഹല്ലേലൂയ ഒരു യുദ്ധം എന്ന പോലെ, ഒരു യുദ്ധ സമാനമായ അനുഭവത്തിൽ ആ കരടിയ സിംഹത്തെ കൊന്നു കളഞ്ഞ് വില്ലനായ ജയാളിയായ ദാവീദ്. അതെ, നിനക്ക് നേരെ
സിംഹം ഗർജിക്കുന്ന പോലെ, കരടിയുടെ സ്വഭാവം പോലെ ചില ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിനക്ക് നേരിടാൻ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. അവിടെ നീ തകർന്നു പോകണ്ട. ഹല്ലേലൂയ. അപ്പം സിംഹത്തെയും കരടിയും എന്ത് ചെയ്തു? ധൈര്യപൂർവ്വം കൊന്നു വീഴ്ത്തി. ഹല്ലേലൂയ. അവൻ ഒറ്റയ്ക്ക് ഗോലിയാത്തിനോട് എതിർത്ത് ജയിച്ച ജയവീരനാണ്. ഹല്ലേലൂയ. ദാവീദ് ഒരു ചെറിയ ബാലനായിരിക്കും, ഒറ്റയ്ക്ക് മല്ലനായ ഗോലിയാത്തിനോട് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച ജയവീരനാണ് ദാവീദ്. ഹല്ലേലൂയ. മാത്രമല്ല, ശൗൽ തന്റെ പടയാളികളോട് കൂടെ ദാവീദിനെ പിന്തുടർന്ന് സാഹചര്യത്തിൽ പോലും അവൻ ഭയന്ന് വിറച്ചിട്ടില്ല. എന്നാൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സ്വതം ദൂഷണം വാക്കുകളാൽ, കുത്തുവാക്കുകളാൽ, പരിഹാസത്താൽ തന്റെ ഹൃദയം കലങ്ങിപ്പോയി എന്ന ദാവീദിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. അപ്പം സിംഹവും കരടിയും വന്നപ്പോൾ ദാവീദ് കലങ്ങിയില്ല. മലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കേണ്ട അവരുടെ യുദ്ധം ചെയ്യുന്ന ദാവീദിന് കലക്കം വന്നില്ല. ശൗലിന്റെ പടയാളികൾ ശൗലുമായി ഒന്നിച്ച് ദാവീദിനെ പിന്തുടർന്നപ്പോഴും ദാവീദ് കലങ്ങിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മറ്റുള്ള മനുഷ്യരുടെ ദൂഷണ വാക്കുകൾ ദാവീദിന്റെ നേരെ ചെന്നപ്പോൾ, കുത്തുവാക്കുകളും പരിഹാസത്തിന്റെ വാക്കുകളും ചെന്നപ്പോൾ ദാവീദ് കലങ്ങിപ്പോയെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേ സ്നേഹിത, മറ്റുള്ള ദൂഷണ വാക്കുകൾ, നിന്ദ വാക്കുകളും പരിഹാസത്തിന്റെ വാക്കുകളും ഒക്കെ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ദാവീദ് കലങ്ങിപ്പോയതുപോലെ നിങ്ങൾ കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കലങ്ങിപ്പോകാൻ സാധ്യത. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകാതെ കർത്താവിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരികയാണെങ്കിൽ, ദൈവത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ദൈവമുഖം നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിഷാദത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ മുഖത്തിൽ പ്രകാശം തരുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ, നിങ്ങളുടെ വിഷാദത്തെ മാറ്റുവാൻ, നിങ്ങളുടെ മാനസികമായ അവസ്ഥയെ മാറ്റുവാൻ യേശുവിനെ കഴിയും. രക്തം ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം കുടുംബങ്ങൾക്കകത്തെല്ലാം പ്രശ്നമാണ്, അല്ലേ? കുടുംബത്തിനകത്തെല്ലാം പ്രശ്നമാണ്. എനിക്ക് തോന്നുന്ന പ്രശ്നമില്ലാത്ത ഒറ്റ കുടുംബം പോലും കാണത്തില്ല, അല്ലേ? എല്ലാ കുടുംബത്തിനും പ്രശ്നമാണ്. പ്രൈസലോ. ഒരു വീട്ടിലും സമാധാനമില്ല, എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ഒരു വീട്ടിൽ പോലും സമാധാനം ഉണ്ടെന്ന് പറയുവാൻ കഴിയില്ല. എല്ലായിടത്തും അതിൻ്റെതായ പ്രശ്നമുണ്ട്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും അപ്പനും അമ്മയും അയൽവാസികളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ തമ്മിൽ അല്ലെങ്കിൽ നിൽക്കുന്ന ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന ഏത് മേഖലയിലും അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങനെ മനുഷ്യൻ എല്ലാ വിധത്തിലും വിഷാദ രോഗത്തിനടിമയാണ്. മനുഷ്യൻ വിഷാദ രോഗത്തിന് അടിമയായി മാറുമ്പോൾ ചില സഹോദരന്മാരെ സംബന്ധിച്ച് അവർ ഓടിപ്പെട്ടെന്ന് കള്ളുഷാപ്പിലോ ബാറിലോ ബീവറേജിലോ പോയി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. ചിലരൊക്കെ മയക്കുമരുന്ന് അടിമയാകും. അതുകൊണ്ടൊന്നും നിനക്കൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തിന്റെ വിഷാദത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ലേലിയ അരികളുടെ കുത്തുവാക്കുകളും നിന്നവാക്കുകളും പരിഹാസവാക്കുകളും നിന്റെ ജീവിതത്തെ കലക്കിക്കളയുമ്പോൾ, കലങ്ങി മറിയുന്ന വെള്ളം പോലെ നിന്റെ ജീവിതം ആയി മാറുമ്പോൾ അവിടെ നിന്റെ ചേർത്ത് പിടിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. നിന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ജീവിതത്തെ നീ തകർത്ത് കളയരുത്. സംഗീതക്കാരിക്കും ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കി, അല്ലെങ്കിൽ തന്റെ കുറവുകളെ, തന്റെ വിഷാദ രോഗത്തെ മനസ്സിലാക്കി യഹോവയായ ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വന്നതുപോലെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ ദിനംതോറും എന്നോട് പറയുന്നത് എന്ത്? പറയുന്നതിനാൽ ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുന്ന 42 സങ്കീർത്തനം അതിന്റെ 10ാമത്തെ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുമ്പോഴോ എന്നെ നിന്ദിക്കുന്നു എന്നാ. അല്ലേ? അത് നിങ്ങൾക്ക് ബാധകമായി വചനം. നിങ്ങൾക്കെന്നല്ല, എന്നെ സംബന്ധിച്ച് കൂടി ഈ വചനം ബാധകമാണ്. അല്ലേ? ഒരു യശോദം. പലരും ചോദിക്കാൻ, നിന്റെ ദൈവം എവിടെയാണ്? നീ ദൈവത്തെ സേവിച്ചില്ലേ? നീ ദൈവത്തെ ആരാധിച്ചില്ലേ? നീ കറുത്ത പുസ്തകം എടുത്തില്ലേ? നീ ഞങ്ങളുടെ സമുദായം വിട്ടില്ലേ? ഞങ്ങളുടെ പാരമ്പര്യം വിട്ടില്ലേ? ഞങ്ങൾക്ക് അപമാനം വരുത്തിയില്ലേ? നീ ഞങ്ങളെ വിട്ടു പോയില്ലേ? അതുകൊണ്ട് എന്നൊക്കെ ചോദിച്ച് നമ്മളെ പരിഹസിക്കുന്നുണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങളെ വിട്ടു പോയിട്ടാ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ടാ, അല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. നിന്റെ ശത്രു എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട്
എന്റെ ആസ്തികളെ തകർക്കും വണ്ണം, നമ്മുടെ ആസ്തികളെ തകർക്കും വണ്ണം നിങ്ങൾക്കെതിരെ നിന്ദകൾ കടന്നു വരും. പ്രൈസ്. അത് വിശ്വാസ ജീവിതത്തിന്റെ വലിയ നിന്ദകളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ വിഷാദത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിനക്ക് നേരെ ചോദിക്കും, നിന്റെ ഹൃദയം ഉരുകത്തക്ക നിലയിൽ. ഹല്ലേലൂയ. അവിടെയൊന്നും തകർന്നു പോകേണ്ട, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്രൈസ്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണ് 68 സംഗീതം 1 വാക്യം കിടക്കുന്നത്. അതേ ശ്രോതാവേ, നീ ദൈവത്തിലേക്ക് വന്നാൽ മതി. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു വന്നത് ആമേ സ്തോത്രം, തന്നെ തകർക്കുവാനുള്ള, സംഗീതക്കാരനെ തകർക്കുവാനുള്ള അവന്റെ അസ്ഥികൾ തകർന്നുള്ള വേദന പോലെ സഹിക്കാൻ കഴിയാത്ത വേദനയുടെ അനുഭവത്തിലൂടെയാണ് സംഗീതക്കാരനെതിരെ ചില ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ അതിന്റെ വേദനയും നമ്മുടെ അസ്ഥികൾ ഒടിക്കുകയോ അസ്ഥികൾ പൊട്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയും രണ്ടും രണ്ടാണ്. ലേരിയ വേദനയാണ് രണ്ട്. പക്ഷെ അസ്ഥികൾക്കകത്തൊടിച്ചിലും പൊട്ടലും ഒക്കെ ഉണ്ടായാൽ അതിനകത്തുണ്ടാകുന്ന ആ വലിയ വേദന അത് പുറമെ ആരോടും കാണിച്ചു കൊടുക്കാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് ആ വേദന ഭയാനകം എന്ന് പറഞ്ഞവരാണ് ദാവീദ് പറഞ്ഞ നിന്ന മുഖാന്തരം അസ്ഥികളെ തകർക്കും വണ്ണം അവരുടെ നിന്ന എന്റെ ജീവിതത്തിൽ വന്നെന്ന്. അപ്പൊ ആ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയി. കോരഹോത്രന്മാർക്ക് ഈ സങ്കീർത്തനം എഴുതി കൊടുക്കുമ്പോൾ കോരഹോത്രന്മാരുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 1 തൊട്ട് 150 വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മജീവിതത്തെ നമുക്ക് പണിതെടുക്കാൻ കഴിയും, വ്യക്തം ചെയ്യാം. ഫ്രൈസറോ അനവധി നിന്ദകൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അനവധി നിന്ദകൾ അനുഭവിക്കേണ്ടി വരും, അനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പല ചോദ്യചിഹ്നങ്ങളും നിനക്ക് നേരെ കടന്നു വന്നേക്കാം. പലരും നിന്നെ ആക്ഷേപിച്ചേക്കാം, പലരും നിന്നെ കളിയാക്കിയേക്കാം, പലരും നിന്നെ ചീത്ത പറഞ്ഞേക്കാം. നീ കടന്നു ചെല്ലുന്ന വീട്ടിൽ നിന്നെ ആട്ടി ഓടിച്ചേക്കാം. ഒരുപക്ഷെ നിനക്ക് നേരെ ആക്രമണമായി കടന്നു വന്നേക്കാം. അങ്ങനെ വിവിധ തലത്തിലുള്ള നിന്ദകൾ, പരിഹാസങ്ങൾ ക്രിസ്തു മുഖാന്തരം നിനക്ക് കടന്നു വരുന്നെങ്കിൽ അവിടെയൊന്നും എന്റെ സഹോദര സഹോദരി തകർന്നു പോകണ്ട. നീ യേശുവിനെ ആശ്രയിക്കുമ്പോൾ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകുന്ന നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. വ്യക്തം ചെയ്യും. നീ പ്രാർത്ഥിച്ചാൽ മതി, പ്രതികാരത്തിന് നിൽക്കണ്ടെന്ന് എന്നെ പറഞ്ഞ്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ അപ്രതീക്ഷിതമായ കലക്കങ്ങളാൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണ് പോകണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എല്ലാം മുൻകരുതലോടുകൂടി ആയിരിക്കണമെന്നില്ല. എല്ലാം ചിലതൊക്കെ മുൻകരുതലോടെ, ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നതാണ്. അങ്ങനെ അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം കലങ്ങി മറിയുന്ന അവസ്ഥയിൽ വരുമ്പോൾ ഏത് വഴിയിലൂടെ പോകണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. എന്റെ കർത്താവേ, എന്റെ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് എന്റെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വിടുവിച്ച് എന്റെ ജീവിതത്തിൽ കടന്നു വന്ന മുൻകരുതലോട് കൂടി അവർ ചെയ്തതും അപ്രതീക്ഷിതമായി എന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ ഞാൻ വളരെ വിഷാദത്താലായിരിക്കുന്ന കർത്താവേ, എന്റെ വിഷയങ്ങൾക്കൊരു മറുപടി നൽകണമെന്ന് പറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ പ്രതിവിധി കണ്ടെത്തുന്നെങ്കിൽ രക്തം ചെയ്യാം. നിന്നെ പിടിവിക്കുവാൻ ദൈവശക്തനാണ്. രക്തം ചെയ്യാം. അപ്പൊ എല്ലാത്തിനും ദൈവത്തിനാണ് ആശ്രയം വേണ്ടത്. പ്രൈസോ. അതെ, നീ തകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ തളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ കലങ്ങിപ്പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിന്റെ വലം കൈപിടിച്ച് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വ്യക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ വലം കൈപിടിച്ച് നടത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ വലം കൈ അവന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നീ തയ്യാറായാൽ, നിന്നെ അവൻ യേശുവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം പറയാണ്. അപ്പം വിവിധ പ്രശ്നങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രതിസന്ധികൾ വളരുമ്പോൾ, നിങ്ങൾ വിഷാദിക്കുന്ന സമയം വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവമുഖം നോക്കണം. സങ്കീർത്തനക്കാരൻ അഥവാ ദാവീദൊക്കെ തന്റെ ദുഃഖങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേൽപ്പിച്ച് ദൈവ വഴികളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഹല്ലേലൂയ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത്
വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ബൈബിൾ സത്യമാണ്, ബൈബിൾ സത്യവചനമാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സകല വചനങ്ങളും നിങ്ങളോടുള്ള ബന്ധത്തിലാണ്. നിന്റെ ജീവിതത്തോട്, സ്വഭാവത്തോട്, നിന്റെ ജീവിത സാഹചര്യങ്ങളോട്, നിന്റെ കുടുംബത്തോട്, തലമുറയോട് അവയുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോരാൻ ഈ കാലഘട്ടത്തിലെ സകല ജനത്തോട്, ഈ ലോകത്തിലെ സകല സംവിധാനങ്ങളോടും കൂടെ കൂട്ടിച്ചേർത്ത് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കഴിഞ്ഞ് മേലാൽ സംഭവിക്കുവാനുള്ള സകലതും കൂട്ടിച്ചേർത്ത് എഴുതി വെച്ച് തന്നിരിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് നൽകി തന്നതാണ് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെല്ലാം. അത് നിങ്ങൾ വായിച്ചാൽ ഏത് പ്രശ്നത്തിൽ നിന്ന് ജയിക്കും. അല്ലേരിയ ചെങ്കടലിന് സമാനമായ വിഷയത്തിലൂടെ കടന്നുപോയാലും, യോർദാന് സമാനമായ വിഷയം നേരിടേണ്ടി വന്നാലും അവിടെ എല്ലാം ജയം നിനക്കുണ്ട്. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആദ്യമായി ദാവീദ് എന്റെ ആത്മാവി ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറയും. 42-ാം സംഗീതം 5-ാം വാക്യം. രണ്ടാമതായി എന്റെ ആത്മാവി ദൈവത്തെ ഓർക്കുക എന്ന് പറയുന്നു. അല്ലേരിയ. 42-ാം സംഗീതം 6-ാമത്തെ വാക്യം. മൂന്നാമതായി എന്റെ ആത്മാവി ദൈവത്തെ സ്തുതിക്കുക എന്ന് വീണ്ടും 42-ന്റെ 5-ൽ പറഞ്ഞു. 3 ഭാഗങ്ങളും നമ്മൾ പറയണം. അല്ലേരിയ. ഒന്നാമത് എന്താണ്? ദൈവത്തെ പ്രത്യാശ വെക്കണം. രണ്ടാമത് ആത്മാവി ദൈവത്തെ നോക്കി നമ്മൾ ദൈവത്തെ ഓർക്കണം. മൂന്നാമത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അല്ലേരിയ. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവമഹത്വം കാണാൻ കഴിയുന്നത്. അല്ലേരിയ. മാർത്തിയുടെയും മറിയുടെയും ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നിലനിന്നിരുന്ന സങ്കടപ്പെടുന്ന വിഷയമാണ് ലാസറിന്റെ മരണം എന്ന് പറയുന്നത്. ആശ്വസിപ്പിക്കാൻ പലരും ഉണ്ടെങ്കിലും അവരുടെ ഒന്നും ആശ്വാസ വാക്കുകൾ കൊണ്ട് മാർത്തിക്കും മറിക്കും ഒരു പരിഹാരം കിട്ടാതെ വന്നപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത്. യേശു പറഞ്ഞ ഒരു കാര്യമുള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്നാ. മരിച്ച് നാറ്റം വെച്ച ലാസറിന്റെ ജീവനോടെ പുറത്തു കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിന്റെ ഏത് പ്രശ്നങ്ങളും ദൈവം മാറ്റി തരും. ലേരിയ. അപ്പൊ പല സന്ദർഭം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അല്ലേ? ഇന്ന് സകലവും നന്മയ്ക്കായി തീരുമെന്നത് അല്ലെങ്കിൽ ദൈവമക്കൾക്കൊരു പ്രത്യാശയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ട് കളയില്ല. അല്ലേലിയ. സ്തോത്രം. ദൈവത്തെ കൈയിട്ടുള്ളവര് ഏത് അടഞ്ഞ വഴികളും ദൈവം നമുക്ക് തുറന്നു തരും. ഏത് പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരും. നാം അനുഭവിക്കുന്ന സകല പ്രശ്നവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ച് എല്ലാവർക്കും ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതുകൊണ്ട് കഷ്ടതകൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, അല്ലേലൂയ, അവൻ ഇയ്യോബിനെ പോലെ ദൈവകരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾ പ്രശ്നങ്ങൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലേലൂയ. അങ്ങനെ നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷാ ഘട്ടങ്ങളെ, പരിശോധന വേളകളെ, അല്ലേലൂയ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്കത് നിയന്ത്രിക്കാൻ കഴിയും. അല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ആത്മഹത്യകളുടെ എണ്ണം പെരുകുന്നത്. ആത്മഹത്യ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷകൾ, പരിശോധനകൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുവാൻ നോക്കും. സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കും. ദാവീദ് സിംഹത്തെയും കരടിയും കൊന്നതുപോലെ, ഗോലിയാത്തിനെ തകർത്തതുപോലെ, ശൗലിന്റെ പട്ടാളത്തെയും അതിജീവിച്ചതുപോലെ നിങ്ങൾക്കും അതിജീവിക്കാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയം എല്ലാം നന്മയ്ക്കായി കൂടി അഭിനയിപ്പിക്കും. അങ്ങനെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായി നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു നൽകും. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് യേശു പറയും. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്നപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരുപക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷയത്തിൽ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. എങ്ങനെ ഒരു പരിഹാരമുണ്ടാകും, എങ്ങനെ ഇതിന് മോചനമുണ്ടെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, സങ്കടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, കണ്ണുനീരും മാത്രമായിരിക്കാം നിങ്ങൾക്കുള്ളത്.
ഏതെല്ലാം കണ്ണുനീരിന്റെ നടിയിലൂടെ നീ കടന്നു പോയാലും നീ അവിടെ ചഞ്ചലപ്പെട്ടു പോകാതെ, ഹൃദയം കലങ്ങിപ്പോകാതെ, നിനക്ക് നേരെ ഉയരുന്ന കലക്കങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും നിന്ദകളും അപമാനങ്ങളും മാനാപമാനങ്ങളും ഒക്കെ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, സകലത്തിനും പരിഹാരം യേശുവിലൂടെ കണ്ടെത്താൻ കഴിയും. വചനത്തിനകത്തേക്ക് മടങ്ങി വരണം. വായിച്ച വചനം എന്താണ്? വായിച്ച വചനം 42 സംഗീതം ഹല്ലേലൂയ 5-ാമത്തെ വാക്യമാണല്ലോ. എന്താണത്? എന്റെ ആത്മാവി നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ അവനെ ഇനിയും സ്തുതിക്കും. അതെ, ദൈവത്തിൽ പ്രത്യാശ വെക്കും, ദൈവ സാന്നിധ്യം ഉണ്ടാകും. അവന്റെ മുഖപ്രകാശത്തിൽ രക്ഷയുണ്ട്, നിന്റെ വിഷയത്തിൽ പരിഹാരമുണ്ടാകും. ഇതുപോലെ ആരെങ്കിലും ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവാത്മാവിന് പരിഹാരം നൽകാൻ പോവുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കലങ്ങിപ്പോയിരിക്കുന്ന, ഞാൻ തകർന്നിരിക്കുന്ന, പ്രശ്നങ്ങൾ പ്രതിസന്ധികളായി നിറയപ്പെട്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ, മക്കൾ തലമുറയുടെ, എൻ്റെ ജോലിയുടെ, ബിസിനസിന്റെ, എൻ്റെ കൃഷിയുടെ, ഞാൻ കടന്നു പോകുന്ന എല്ലാ മേഖലയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനോട് കൂടെ തരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നിറക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു വിടുതൽ എന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നൽകും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, 200 കോടി ജനത്തിനായി കർത്താവിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നത്, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP, ആമേൻ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷകരെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ കർത്താവി, അതുപോലെ എക്സൈസ്, ഫോറസ്റ്റ് കർത്താവ് വിഭാഗത്തിൽപ്പെട്ടവർക്കായി കർത്താവ് എല്ലാ പോലീസിന്റെ വകുപ്പുകളെയും, അതുപോലെ ജുഡീഷ്യൽ വിവിധ മേഖലയിൽ വിവിധ വകുപ്പുകളിലായിരിക്കുന്നവരെ, കരയിലും കടലും ആകാശമാർഗം, വാഹനോടിക്ക്, വാഹനയാത്ര, വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലിലെ വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവരെ, വലുതും ചെറുതുമായ കനികളുടെ കമ്പനികൾ ഭാഗത്തിന് ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, കർത്താവ് ടൈസ്, ഓട്ടോ സർവീസ്, വലുതും ചെറുതുമായ എല്ലാ വാഹനങ്ങളെ ഓടിക്കുന്നവരെയും, അല്ലെങ്കിൽ എല്ലാ ക്ഷീരമേഖലയും കാർഷിക മേഖലയും ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ മത, സാമൂഹിക, സംസ്കാര, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, സകല ജനത്തെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിലും വാർത്തകത്തിലും വൃദ്ധരവസരങ്ങളും യാചകരും, ഓർഫനേജ്, ഓൾട്ടേജ് തടവറയിലായിരിക്കുന്നവർക്കായി സമാധാനമില്ല, സന്തോഷമില്ല, സമയം വളരെ മാനസികമായി നിരാശപ്പെട്ട് മെന്റൽ ഹോസ്പിറ്റലിലും അതുപോലെ മാനസിക കിടക്കുന്നവർ, ആമി ക്ഷയരോഗ ക്യാൻസർ രോഗികൾക്കായി, ആമി മദ്യത്തിനും മയക്കും പഞ്ചലകരും അടിമപ്പെട്ടവർ, നിരാശയിൽ ദുഃഖിതമായി വിഷാദരോഗത്താൽ ഭാരപ്പെടുന്നവർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സാന്തം കൊടുത്ത് ദൈവത്തിലേക്ക് മടങ്ങിയവരെ സുവിശേഷ വിരോധികളൊക്കെ ദൈവം സന്ദർശിക്കാനായി ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വേലയുമായി വിദേശ രാജ്യം കടന്നു ദൈവത്തിന്റെ ദാസന്മാർ, കുടുംബ തലമുറകൾക്കായി വിശദമായ ജയിൽ നിന്നകളെ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ ജോലി കിടന്നു, ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കിടന്നു പിന്നെ ഭാരം സാലറി കിട്ടാൻ വളരെ കഷ്ടം സഹിക്കുന്നവർ, ദേശത്ത് രാജ്യം കിടന്നു, ജോലി കിടന്നു വളരെ പീഡ അനുഭവിച്ച സൗരന്മാർ, ആമി കർത്താവ് ജയിലിൽ കിടക്കുന്നവർ, മദ്യപാനത്തിൽ മൈക്ക് അടിമപ്പെട്ട് വിദേശത്ത് ഭാരപ്പെടുന്നവർ വിടുതൽപ്പെട്ടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനം അഭിമുഖീകരിക്കുന്ന വലുത് ചെറുതുമായ സകല വിഷയത്തിന്റെ നിലവിലും തമ്പുരാന്റെ കരം പ്രവർത്തിക്കണമേ. കുടുംബജീവിതം തകർന്ന് കുടുംബ കോടതിയിൽ കേസുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ, തലമുറ നഷ്ടപ്പെട്ടു പോയവർ, തലമുറ അന്യാധീനപ്പെട്ടു പോയവർ, വഴിപിഴച്ചു പോയവർ, അങ്ങനെയുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മടങ്ങി ഒരു മാനസാന്തരം കൊടുക്കണമേ. യേശുവിൽ ആശ്രയിച്ച് ആത്മരക്ഷണമായിരിക്കാൻ ഈ ജനത്തെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം യേശു കർത്താവിന്റെ വിരിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.